Hi, welcome to Hot Picks from today's newspaper, The Indian Express, 1st August 2025. ദി ഐഡിയാസ് പേജിലെ ഒരു ആർട്ടിക്കിളാണ്. TCS അവരുടെ എംപ്ലോയീസിനെയൊക്കെ ലേ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഐ ടി സെക്ടർ ഒരു ബീക്കൺ ഓഫ് ഓപ്പർച്യൂണിറ്റി ആണോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവോടുകൂടിയുള്ള കൺസേൺസിനെ കുറിച്ചാണ് ഡിസ്കഷൻ. ആർട്ടിക്കിളിൽ മെയിനായിട്ട് 2 പെർസ്പെക്റ്റീവ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തേത് ഇന്ത്യയുടെ ഐ ടി സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന വ്യൂ. രണ്ടാമത് പറയുന്നത് ശശാങ്ക് റെഡ്ഡി മുന്നോട്ട് വയ്ക്കുന്ന മാസ്സായിട്ട് ആൾക്കാരെ ഹയർ ചെയ്യുന്ന എറ അത് അവസാനിച്ചിരിക്കുന്നു എന്നുള്ള വ്യൂ. ഒന്നാമത്തെ വ്യൂ ഇന്ത്യയുടെ ഐ ടി സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ പറയുന്ന പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ, റിയൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, പകരം പുതിയ നെക്സ്റ്റ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡേറ്റ എഞ്ചിനീയേഴ്സ്, ഓപ്പറേഷൻ എക്സ്പേർട്സ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് ഗ്ലോബലി ഉയരുകയാണ്. പല മേഖലകളിലും ഇപ്പോൾ കോഡിംഗ് മുതൽ അഡ്വാൻസ്ഡ് ആർക്കിടെക്ചർ പോലെയുള്ള പല സ്കിൽ ലെവലുകളിലും ഓപ്പർച്യൂണിറ്റീസ് ഉയർന്നു വരുന്നുണ്ട്. സ്പെഷ്യലൈസ്ഡ് റോൾസിന് വേണ്ടിയിട്ടും ഹൈ വാല്യൂ സർവീസിന് വേണ്ടിയിട്ടും ഇന്ത്യക്ക് നമ്മുടെ വർക്ക് ഫോഴ്സിനെ ഉപയോഗിക്കാവുന്നതാണ്, അതിനെ ലെവറേജ് ചെയ്യാവുന്നതാണ്. ട്രഡീഷണൽ പിരമിഡൽ മോഡല് കുറച്ചുകൂടി ഇവോൾവ് ചെയ്തുകൊണ്ട് സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ടീസിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫ്രഷ് ആയിട്ട് നമ്മൾ ആൾക്കാരെ ഹയർ ചെയ്യുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ പോലും സിമ്പിൾ ടാസ്ക് ആയിക്കോട്ടെ ഹെവിയർ ടാസ്ക് ആയിക്കോട്ടെ AI അവരെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആ ടാസ്കുകൾ പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻട്രി ലെവൽ ആപ്ലിക്കേഷൻസും പൊസിഷൻസും ഒക്കെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറയുന്നുണ്ട്. ലോ സ്കിൽഡ് സർവീസസ് ഒക്കെ ഇപ്പോൾ ഓട്ടോമേറ്റഡ് ആകുന്നുണ്ട്. ഫ്രഷ് ഗ്രാജുവേറ്റ്സിനെയൊക്കെ സെലക്ട് ചെയ്യുന്ന രീതി ചിലപ്പോൾ അങ്ങ് പാടെ നിന്ന് പോയേക്കാം. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു ഷിഫ്റ്റ് നടക്കുകയാണ്. വോളിയം ബേസ്ഡ് ഹയറിങ്ങിൽ നിന്നും എക്സ്പെർട്ടൈസ് ബേസ്ഡ് ഹയറിങ്ങിലേക്കുള്ള ഒരു ഷിഫ്റ്റ്. ഇന്ത്യയുടെ മിഡിൽ ക്ലാസ് എംപ്ലോയ്മെൻറ്റ് പ്രോസ്പെക്റ്റിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്സ്കില്ലിംഗ്, റീസ്കില്ലിംഗ് ഇനിഷ്യേറ്റീവ്സിൻ്റെ സാധ്യതകളൊക്കെ ഒന്നുകൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്.